പ്രതീക്ഷയറ്റു. പെൻഷൻ കിട്ടാക്കനിയായി. 10 വർഷത്തിന് ശേഷം പെൻഷൻ മുടങ്ങിയത് ആദ്യ പെരുന്നാൾ. അങ്ങനെയല്ലല്ലോ നമ്മുടെ മേനോൻ സാർ പറഞ്ഞത്. നമ്മുടെ മേനോൻ സാർ പറഞ്ഞത് ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, പെരുന്നാളിന് മുമ്പ് തന്നെ എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ 2 മാസത്തെ 4000 രൂപ കൊടുക്കുന്നു എന്നാണല്ലോ. അല്ല, 4000 രൂപയല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3000 രൂപയാക്കി വർദ്ധിക്കുന്നല്ലേ പറഞ്ഞത്. 3000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചില്ലേ? 6 രൂപ കിട്ടേണ്ടതാണല്ലോ. എന്ത് പറ്റി? ഉത്തരവാദിത്ത പാവങ്ങളുടെ പെരുന്നാളിന് മുമ്പ് കിട്ടുന്നുള്ള പെൻഷൻ തുകയും അവിടെ മുടങ്ങിയാണല്ലോ. പെരുന്നാളിന് മുമ്പ് പറഞ്ഞാൽ അപ്പോൾ പെരുന്നാൾ ഇന്നാണല്ലോ, മുമ്പേ കൊടുത്ത് കാണണം. അപ്പോൾ മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പെൻഷൻ മേടിക്കുന്നില്ല. പെൻഷൻ മേടിക്കുന്ന ആരെങ്കിലും പെരുന്നാളിന് മുമ്പ് പൈസ കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല, പെരുന്നാളിന് മുമ്പ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അല്ല, വാക്കുകൾ പറയുമ്പോൾ പാലിക്കാനുള്ളതാണല്ലോ. അല്ല, വാക്കുകൾ സൂക്ഷിക്കണമല്ലോ, വാക്കാണല്ലോ പ്രധാനം എന്നാണല്ലോ നമ്മുടെ ചിരിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെൻഷൻ ഇപ്പോൾ കിട്ടിയില്ല, മുടങ്ങി, ആകെ ഇപ്പോൾ വല്ലാത്ത കഷ്ടത്തിൽ. എന്താ ഇപ്പോൾ ചെയ്യുക? ഇന്നാണല്ലോ പെരുന്നാൾ. എല്ലാം കിട്ടുമായിരിക്കും, സർവ്വതും ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷകളോടെ എല്ലാവർക്കും സന്തോഷം തരുന്നതിന് വേണ്ടിയും സന്തോഷം നൽകുന്നതിന് വേണ്ടിയും ഇന്ന് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ആശംസകൾ നേർന്നുകൊള്ളും. അപ്പോൾ എല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.